Now, Spirit Airlines has become the first airline to fall victim to the Iran war, which has caused jet fuel prices to double. Spirit Airlines is going out of business. Receive a $500 million rescue package. Spirit Airlines shut down. Fuel prices, just one of the reasons why overnight Spirit Airlines announced it is shutting down. മഞ്ഞ നിറത്തിൽ അതിസുന്ദരന്മാരായ 202 വിമാനങ്ങളുണ്ടായിരുന്നു സ്പിരിറ്റ് എയർലൈൻസിന്. ഇന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസം അവയിൽ ഒന്നുപോലും ആകാശത്തില്ല. 2026 മെയ് 2 സ്പിരിറ്റിൻ്റെ എല്ലാ വിമാനങ്ങളും നിലത്തിറങ്ങി. ഇനി ഒരിക്കലും അവ മഞ്ഞ നിറത്തിൽ പറക്കില്ല. ഒരു ട്രക്ക് സർവീസ് കമ്പനിയായി തുടങ്ങിയ സ്പിരിറ്റ് എയർലൈൻസിൻ്റെ വീഴ്ച സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാനാകാത്തതാണ്. 2017 $412 മില്യൺ ലാഭമുണ്ടാക്കിയ കമ്പനി ഒരു ബഡ്ജറ്റ് എയർലൈൻസ് കമ്പനിക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത പ്രവർത്തന ലാഭം വെറും 9 വർഷം കൊണ്ട് അവരെങ്ങനെ പാപ്പരായി. അങ്ങനെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ലോകത്തിന് ഒരിക്കലും പിടികിട്ടാത്ത വിധം അജ്ഞാതമായിക്കൊണ്ട്. 2008 വേനൽക്കാലത്ത് വെറും $9 ഡെട്രോയിറ്റിൽ നിന്നും ന്യൂയോർക്കിലേക്കും, $11 ചിക്കാഗോയിൽ നിന്ന് മിനിയാപോളിസിലേക്കും, $12 ഫോർട്ട് ലോഡർഡെയിലിൽ നിന്നും ഒർലാൻഡോയിലേക്കും ടിക്കറ്റ് വിറ്റിട്ടുണ്ട് സ്പിരിറ്റ് എയർലൈൻസ്. അവർക്ക് ഒരു ദിവസം അബദ്ധത്തിൽ സംഭവിച്ച പ്രൈസ് കറക്ഷൻ അല്ല, ഒരു മാസം തുടർച്ചയായി $10 താഴെ വിമാന ടിക്കറ്റ്. മൂക്കത്ത് വിരൽ വയ്ക്കുന്ന നിരക്കിൽ ടിക്കറ്റ് വിറ്റാണ് സ്പിരിറ്റ് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. സ്പിരിറ്റിൻ്റെ കഥ ആരംഭിക്കുന്നത് 1964 അന്നതിൻ്റെ പേര് സ്പിരിറ്റ് എയർലൈൻസ് എന്നായിരുന്നില്ല. ക്ലിപ്പേർട്ട് ട്രക്കിംഗ് കമ്പനി എന്ന ട്രക്ക് കമ്പനിയായിട്ടാണ് അവർ തുടങ്ങിയത്. പരിപാടി വലിയ ലാഭമായപ്പോൾ 1980കളിൽ അവർ ചാർട്ടർ 1 എന്ന പേരിൽ ചാർട്ടർ എയർലൈൻസ് ബിസിനസ്സിലേക്ക് കടന്നു. 1992 മെയ് 29 ചാർട്ടർ 1 തങ്ങളുടെ പേര് സ്പിരിറ്റ് എയർലൈൻസ് എന്ന് മാറ്റുന്നത്. അന്ന് ഡെട്രോയിറ്റിൽ നിന്ന് അറ്റ്ലാന്റിക് സിറ്റിയിലേക്കായിരുന്നു അവരുടെ പ്രധാന സർവീസുകൾ. ഏതാണ്ട് 11 മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-8 വിമാനങ്ങൾ, ആഴ്ചയിൽ 100-ൽ താഴെ സർവീസുകൾ. 90കളുടെ മധ്യത്തിൽ അവർ ശൃംഖല വിപുലീകരിച്ചു. മയാമി അടക്കം ഫ്ലോറിഡയിലെ പോപ്പുലർ ഡെസ്റ്റിനേഷനുകളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സർവീസുകൾ ആരംഭിച്ചതോടെ വെക്കേഷൻ യാത്രക്കാരുടെ പ്രിയപ്പെട്ട വിമാന കമ്പനിയായി സ്പിരിറ്റ് മാറി. വിജയം തുടർന്നപ്പോൾ 1999 കമ്പനിയുടെ ആസ്ഥാനം മിഷിഗണിൽ നിന്ന് ഫ്ലോറിഡയിലെ മിരാമറിലേക്ക് മാറ്റി. 2000ന്റെ തുടക്കത്തിൽ സ്പിരിറ്റിന് തങ്ങളുടെ സർവീസുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. അവരുടെ ഫ്ലീറ്റിലെ പഴയ മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-8 വിമാനങ്ങൾ പരിപാലിക്കാൻ വലിയ ചെലവ് വന്നിരുന്നു. പാർട്സുകൾ കിട്ടാനുണ്ടായിരുന്നില്ല, എഞ്ചിനീയർമാർക്കും ക്ഷാമം. പലപ്പോഴും സർവീസ് മുടങ്ങുകയും നഷ്ടം കൂടുകയും ചെയ്തപ്പോൾ 2004 സ്പിരിറ്റ് തങ്ങളുടെ ഫ്ലീറ്റ് പൂർണ്ണമായും എയർബസ് A320 ഫാമിലി വിമാനങ്ങളിലേക്ക് മാറ്റി. അതവരുടെ ഐതിഹാസിക തീരുമാനമായിരുന്നു. പുതിയ വിമാനങ്ങൾ ഇന്ധനക്ഷമത വർദ്ധിപ്പിച്ചു, അറ്റകുറ്റപ്പണിയുടെ ചെലവ് കുറച്ചു. ഇതേ കാലത്ത് ഇൻഡിഗോ പാർട്ട്നേഴ്സ് എന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനം സ്പിരിറ്റിൽ വലിയ നിക്ഷേപം നടത്തി. ബഡ്ജറ്റ് എയർലൈനുകളുടെ കുലപതി എന്നറിയപ്പെടുന്ന B. ബ്രൂക്സ് മക്കിൻലി കമ്പനിയുടെ നേതൃത്വത്തിലേക്ക് വന്നതോടെ സ്പിരിറ്റ് അൾട്രാ ലോ കോസ്റ്റ് മോഡലിലേക്ക് പൂർണ്ണമായി മാറി. 2007 സ്പിരിറ്റ് തങ്ങളുടെ വിഖ്യാതമായ അൺബണ്ടിലിംഗ് സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. തങ്ങളുടെ ഓപ്പറേഷണൽ സക്സസിനെ അവർ 3 വിഭാഗങ്ങളായി തിരിച്ചു. ഒന്ന് ബെയർ ഫെയർ അഥവാ അടിസ്ഥാന നിരക്ക്. സ്പിരിറ്റിൻ്റെ ടിക്കറ്റ് വിലയിൽ വിമാനത്തിലെ സീറ്റ് മാത്രമാണ് ഉൾപ്പെടുക. വെള്ളം, ഭക്ഷണം, ലഗേജ് മുതലായവയ്ക്ക് പ്രത്യേക പണം നൽകണം. രണ്ടാമത് ലഗേജ് ഫീസ്. ക്യാരി ഓൺ ബാഗുകൾക്ക് പോലും പണമിടാക്കാൻ തുടങ്ങിയ ആദ്യ വിമാന കമ്പനിയാണ് സ്പിരിറ്റ്. ഇത് പരസ്യം ചെയ്യുമ്പോൾ അടിസ്ഥാന ടിക്കറ്റ് നിരക്ക് വീണ്ടും കുത്തനെ കുറയ്ക്കാൻ അവരെ സഹായിച്ചു. പിന്നെ പരസ്യം. എപ്പോഴും വിവാദമുണ്ടാക്കുന്ന പരസ്യങ്ങളിലൂടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ സ്പിരിറ്റ് ശ്രമിച്ചു. അതിനവർ സ്വീകരിക്കാത്ത വഴികളൊന്നുമില്ല. എല്ലാം ഫലം കണ്ടു. സ്പിരിറ്റിൻ്റെ ടിക്കറ്റ് വിൽപ്പന മുകളിലേക്ക് കുതിച്ചു. കൂടുതൽ വിമാനങ്ങളെത്തി, യാത്രക്കാർ കൂടി, 100 കണക്കിന് പുതിയ ഡെസ്റ്റിനേഷനുകളിലേക്ക് അവർ പറന്നു. 2011 സ്പിരിറ്റ് എയർലൈൻസ് പബ്ലിക് കമ്പനിയായി. 2014 മുതൽ 2017 വരെയുള്ള കാലയളവിൽ സ്പിരിറ്റ് ആയിരുന്നു അമേരിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാന കമ്പനി. ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും അവർ സർവീസുകൾ വ്യാപിപ്പിച്ചു. ഫോർട്ട് ലോഡർഡെയിലിനെ പ്രധാന ഹബ്ബായി വികസിപ്പിച്ചു. ഇത്രയൊക്കെ ചീപ്പായി ടിക്കറ്റ് വിൽക്കുമ്പോഴും ഇൻഡസ്ട്രിയിലെ മറ്റ് കമ്പനികളെക്കാൾ ഉയർന്ന പ്രോഫിറ്റ് മാർജിൻ സ്പിരിറ്റിനുണ്ടായിരുന്നു. യാത്രക്കാരനിൽ നിന്ന് ടിക്കറ്റ് നിരക്കിനേക്കാൾ കൂടുതൽ തുക, ലഗേജ്, സീറ്റ് സെലക്ഷൻ എന്നിവയെല്ലാം ഉണ്ടായിട്ടും സൗത്ത് വെസ്റ്റ്, ഡെൽറ്റ തുടങ്ങി വൻ സ്രാവുകളോട് നേരിട്ട് മുട്ടാതെയാണ് ഇതെല്ലാം അവർ നേടിയത്. 2010കളിൽ സ്പിരിറ്റ് അതിവേഗ വളർച്ചയുടെ പാതയിലായി. 2011 മുതൽ 2019 വരെ കമ്പനി സ്ഥിരമായി ലാഭം നേടി. 2017 അതിൻ്റെ സ്വർണ്ണ വർഷമായിരുന്നു. $400 മില്യൺ ലാഭം. വിമാന വ്യവസായത്തിൽ അസാധാരണമായ മാർജിൻ. വാൾസ്ട്രീറ്റ് സ്പിരിറ്റിനെ സ്നേഹിച്ചു. കമ്പനി ലാഭകരമാണ്, കാട്ടുതീയുടെ വേഗതയാണ് വളർച്ചയ്ക്ക്. അമേരിക്കയിൽ കുറഞ്ഞ ചെലവിലുള്ള വിമാനയാത്രയുടെ ഭാവി സ്പിരിറ്റാണെന്ന് ഓഹരി ദലാളന്മാർ കരുതി. പക്ഷേ സ്പിരിറ്റിൻ്റെ ബിസിനസ് മോഡലിൻ്റെ അടിത്തട്ടിൽ എല്ലാ ബഡ്ജറ്റ് എയർലൈൻസുകൾക്കുമുള്ള വിള്ളലുകൾ എക്കാലവും ഉണ്ടായിരുന്നു. വളരെ ചെറിയ മാർജിനാണ്, ടിക്കറ്റ് വോളിയം മാത്രമാണ് ആശ്രയം. വിമാനങ്ങൾ പരമാവധി നിറഞ്ഞിരിക്കണം. ദിവസത്തിൽ കൂടുതൽ ടേൺ ആൻഡ് റൗണ്ട് പറക്കലുകൾ നടത്തണം. ഓരോ സീറ്റിലും പരമാവധി വരുമാനം ഉണ്ടാക്കണം. ഇന്ധനവില കൂടിയാൽ, ജീവനക്കാർക്ക് 1% ശമ്പള വർധന വരുത്തിയാൽ, വിമാനങ്ങൾക്ക് പതിവിൽ കൂടുതൽ മെയിൻ്റനൻസ് വന്നാൽ, ഏതെങ്കിലും 10 റൂട്ടുകളിൽ ടിക്കറ്റ് ഡിമാൻഡ് കുറഞ്ഞാൽ അവർ വലിയ കുഴപ്പത്തിലാകുമായിരുന്നു. എന്നിട്ട് മുന്നോട്ട് പോയ സ്പിരിറ്റ് എല്ലാ എയർലൈനുകളെയും പോലെ ആദ്യം വീണത് കോവിഡ് കാലത്താണ്.
കോവിഡിന് ശേഷം യാത്രക്കാരുടെ അഭിരുചികൾ മാറി. അമേരിക്കക്കാർക്ക് വില കുറഞ്ഞ ടിക്കറ്റ് മാത്രം മതിയായില്ല, കൂടുതൽ സൗകര്യവും വിശ്വാസ്യതയും ആവശ്യമായി. സ്പിരിറ്റിൻ്റെ കാലുമടക്കിയിരിക്കേണ്ട ലെഗ് സ്പേസും ബാത്റൂം ഉപയോഗിക്കാൻ വരെ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്ന അമിത ഫീസുകളും നിരന്തരമായ പരാതികളും അവർക്ക് അസ്വസ്ഥതയായി. അതേസമയം പ്രീമിയം യാത്രക്കാർ വേഗത്തിൽ തിരിച്ചു വന്നു. ബിസിനസ് ക്ലാസ്, ലോയൽറ്റി പ്രോഗ്രാമുകൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇവയിലേക്ക് വലിയ എയർലൈൻ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദുർബലമായി കൊണ്ടിരുന്ന വരുമാന മോഡലിലേക്ക് അധികം വൈകാതെ മറ്റൊരു വലിയ പ്രഹരമെത്തി. സ്പിരിറ്റിൻ്റെ 202 വിമാനങ്ങളുടെ ഫ്ലീറ്റിലെ 180 എണ്ണവും എയർബസ് A320 നിയോ വിമാനങ്ങളായിരുന്നു. അവയിലെ പ്രാറ്റ് ആൻഡ് വിറ്റ്നി GTF എഞ്ചിനുകളിൽ ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തി. നിരവധി വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നു. ഇവിടെയാണ് യഥാർത്ഥ നാശം തുടങ്ങിയത്. ഒരു ലോ കോസ്റ്റ് എയർലൈനിൻ്റെ ശക്തി ഒരു ദിവസം എത്ര തവണ ഒരു വിമാനത്തിന് പറക്കാൻ കഴിയുന്നു എന്നതാണ്. അതും ആഴ്ചയിൽ 7 ദിവസവും നിർത്താതെ പറക്കണം. ഒരു വിമാനം നിലത്തിറങ്ങുന്നത് വരുമാനത്തെ മാത്രമല്ല, മുഴുവൻ ഷെഡ്യൂളിനെയും താർക്കും. പ്രാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിനുകൾ പണിമുടക്കിയപ്പോൾ 2024 സ്പിരിറ്റിൻ്റെ 40-ലേറെ വിമാനങ്ങൾ നിലത്തായിരുന്നു. വരുമാനം കുറഞ്ഞു, കടബാധ്യതയും സ്ഥിരം ചെലവുകളും അതേപോലെ തുടർന്നു. ഇതിനെല്ലാം ഇടയിൽ മറ്റൊരു നാടകീയ വഴിത്തിരിവെത്തി. 2022 ജെറ്റ് ബ്ലൂ സ്പിരിറ്റിനെ സ്വന്തമാക്കാൻ താൽപ്പര്യം കാട്ടി മുന്നോട്ട് വന്നു. $3.8 ബില്യൺ തങ്ങൾ നൽകാമെന്നായിരുന്നു ജെറ്റ് ബ്ലൂവിൻ്റെ ഓഫർ. സ്പിരിറ്റിന് അത് ഓക്സിജൻ പോലെ തോന്നി. ജെറ്റ് ബ്ലൂ ഏറ്റെടുത്താൽ കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കും, ജീവനക്കാർക്കും നിക്ഷേപകർക്കും ഒരു വഴി തുറക്കും. പക്ഷെ ഒന്നും നടന്നില്ല. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ജെറ്റ് ബ്ലൂ സ്പിരിറ്റ് ലയനത്തിനെതിരെ കോടതിയെ സമീപിച്ചു. അവരുടെ വാദം വളരെ ലളിതമായിരുന്നു. സ്പിരിറ്റ് പോലുള്ള അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻ ഇല്ലാതായാൽ ചീപ്പ് ടിക്കറ്റ് ഓപ്ഷനുകൾ കുറയും, ടിക്കറ്റ് നിരക്കുകൾ ഉയരും, ഉപഭോക്താക്കൾക്ക് നഷ്ടമാകും. അത് കുത്തക വിരുദ്ധ നിയമത്തിനെതിരാണ്. കോടതി ഈ വാദം അംഗീകരിച്ചു. 2024 ലയനം തടഞ്ഞ അമേരിക്കൻ പരമോന്നത കോടതി വിധി പറഞ്ഞു. അതായിരുന്നു സ്പിരിറ്റിൻ്റെ മരണ വാറന്റ്. കോടതി വിധിക്ക് ശേഷം സ്പിരിറ്റിൻ്റെ ഓഹരി വില തകർന്നു. വാൾസ്ട്രീറ്റ് കൈയൊഴിഞ്ഞു. സ്പിരിറ്റിനെ കടം വീട്ടാൻ പിന്നെയും കടം ചോദിക്കേണ്ടി വന്നു. റൂട്ടുകൾ 4-1 വെട്ടിക്കുറച്ചു. 30%-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ടു. സ്പിരിറ്റ് തങ്ങളുടെ ബിസിനസ് മോഡലിൽ വിട്ടുവീഴ്ച ചെയ്ത് തിരിച്ചുവരവിന് ഒരു അവസാന ശ്രമം നടത്തി. കൂടുതൽ പ്രീമിയം സേവനങ്ങൾ അവതരിപ്പിച്ചു. അതിലും വലിയൊരു വിരോധാഭാസമുണ്ടായിരുന്നു. സ്പിരിറ്റ് പ്രീമിയം ബ്രാൻഡ് അല്ല, അവരുടെ ഐഡൻറ്റിറ്റി ചീപ്പ് ടിക്കറ്റാണ്. അതുകൊണ്ട് സ്പിരിറ്റ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയപ്പോൾ ഉപഭോക്താക്കൾ മറ്റ് എയർലൈനുകളിലേക്ക് ചേക്കേറി. എല്ലാ വഴികളും പരാജയപ്പെട്ടപ്പോൾ 2024 നവംബറിൽ സ്പിരിറ്റ് ചാപ്റ്റർ 11 ബാങ്ക്രപ്സി പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്തു. പൂർണ്ണമായ അടച്ചുപൂട്ടൽ ഹർജിയല്ല, കടക്കാരോട് തങ്ങൾക്ക് സാവകാശം നൽകണമെന്നാവശ്യപ്പെടുന്ന ഒന്ന്. അവർ പ്രതീക്ഷിച്ചതുപോലെ മാജിക്കുകളൊന്നും സംഭവിച്ചില്ല. സ്ഥിതി കൂടുതൽ വഷളാക്കി. 2026 മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും അമേരിക്ക-ഇറാൻ ബന്ധത്തിലെ സംഘർഷങ്ങളും മൂലം എണ്ണവില കുത്തനെ ഉയർന്നു. വിമാന ഇന്ധനവില ആകാശം മുട്ടി. വലിയ എയർലൈൻ കമ്പനികൾക്ക് എണ്ണവില കൂടിയാലും വലിയ അല്ലലില്ലാതെ പോകാം. ചെറിയ ചാർജ് വർധനകൾ അവിടെ ശ്രദ്ധിക്കപ്പെടില്ല. അവർക്ക് പ്രീമിയം യാത്രക്കാരുണ്ട്, ലോയൽറ്റി പ്രോഗ്രാമുകളുണ്ട്, അന്താരാഷ്ട്ര മാർജിനുകളുണ്ട്. സ്പിരിറ്റിന് അതൊന്നുമില്ല. അതാണ് അവസാനവും. 2026 മെയ് 2 ഫോർട്ട് ലോഡർഡെയിൽ നിന്ന് ഡാലാസിലേക്ക് പറന്ന എയർബസ് A320 N64NK ആണ് സ്പിരിറ്റിൻ്റെതായി അവസാനം ആകാശത്തുണ്ടായിരുന്ന വിമാനം. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെട്ടു. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. അമേരിക്കൻ വ്യോമയാനത്തിൻ്റെ ഒരു കാലമാണ് നിശ്ചലമായി പോയത്. സ്പിരിറ്റിനെ കൊന്നതാരാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമല്ല ഉള്ളത്. ബിസിനസ് മോഡലിൻ്റെ ദൗർബല്യം, കോവിഡിന് ശേഷമുള്ള ഏവിയേഷൻ ട്രെൻഡുകൾ, പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ എഞ്ചിൻ പ്രശ്നം, ജെറ്റ് ബ്ലൂവുമായുള്ള ലയനം തടഞ്ഞത്, ലക്കും ലഗാനുമില്ലാത്ത കടം വാങ്ങൽ, എണ്ണവിലയിലെ വർധന, ഇതെല്ലാം കാരണമായിരുന്നു. സ്പിരിറ്റിൻ്റെ തകർച്ച ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. അമേരിക്കയിൽ ഇനി അൾട്രാ ലോ കോസ്റ്റ് മോഡലിന് ഭാവിയുണ്ടോ? വിമാന ചെലവുകൾ ഉയരുന്നു, പരിസ്ഥിതി നിയന്ത്രണങ്ങൾ കൂടുന്നു, പൈലറ്റുമാരുടെ ശമ്പളം ഉയരുന്നു, ഇന്ധനവില അടുത്തെങ്ങും സ്ഥിരതയിലെത്തില്ല. അരിസോണയിലെയും കാലിഫോർണിയയിലെയും എയർക്രാഫ്റ്റ് സ്റ്റോറേജുകളിൽ ലേലം ചെയ്യാൻ കൂട്ടിയിട്ടിരിക്കുന്ന സ്പിരിറ്റിൻ്റെ മഞ്ഞ വിമാനങ്ങൾ പലരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. വരുംകാലം കൂടുതൽ വാർത്തകൾ ഉണ്ടായേക്കാമെന്നതിൻ്റെ സൂചന പോലെ. ഹായ്, കഥ തുടരും മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പേര് ബിനീഷ് അരവിന്ദൻ. 2 ദിവസത്തിലൊരിക്കൽ മലയാളത്തിലെ ഗുണമേന്മയുള്ള ക്യാപ്സ്യൂൾ ഡോക്യുമെൻ്ററികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയെന്ന ആശയത്തോടെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത്. നിലവിൽ വീഡിയോ കാണുന്നവരിൽ 1% പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്ക്രീനിൻ്റെ വലതുഭാഗത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചെറിയ ഉദ്യമത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്.